ഹലോ ഫ്രണ്ട്സ്, വണക്കം, നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ പഴയ ഒരു പാട്ടാണ് മനസ്സിലാദ്യമായിട്ട് വന്നത്. ഓർമ്മയുണ്ടോ പഴയ ഒരു മലയാളം പാട്ട്? കേട്ടില്ലേ കോട്ടയത്ത് ഒരു മൂത്ത പുള്ളയച്ചൻ. ബാക്കി പാടുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പക്ഷേ ഇത് അമ്പരപ്പിക്കുന്ന ഒരു കല്യാണത്തിനെ കുറിച്ചിട്ടാണ് സംഭവം. മറ്റൊരാളുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്ന ഒരു കല്യാണമാണ്. അതിനെ കളിയാക്കാനോ മോശമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് തൊപ്പിയുടെ സന്തത സഹചാരിയായ അച്ചായൻ്റെ കല്യാണം നടന്നതിനെ കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ഈ വാർത്തകൾ വന്നപ്പോൾ ഇതൊരു പുതുമ പുലർത്തുന്ന ഒരു സംഭവമായിട്ട് തോന്നി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നമ്മൾക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ക്ലൈമാക്സിൽ ഉള്ളൊരു ട്വിസ്റ്റുമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കേട്ടു. എന്താണ് ഇവർ പറയുന്നതെന്ന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേക്കും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അച്ചായൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് പുള്ളി ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. അതിൽ പുള്ളി വേറൊരു സ്ത്രീയുടെ കൂടെയുള്ള കുറച്ച് ഹോട്ടായിട്ടുള്ള കാര്യങ്ങളും അവരുടെ സമ്മതമില്ലാതെ കാണിച്ചതിന് അവർ ലൈവായി വന്ന് ഈ വീഡിയോയ്ക്കെതിരെ പരാതിയൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ നടന്നിരുന്നു. അതിന് ശേഷമാണ് ഈ കല്യാണ മാമാങ്കം ഒക്കെ നടന്നത്. ഇനി നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യം അച്ചായൻ്റെ പരിചയത്തിലുള്ള കാമുകി എന്ന് പറയുന്ന സ്ത്രീ സംസാരിക്കുന്നതും അച്ചായൻ ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതും അവസാനം ഇതിൻ്റെയൊക്കെ ഒരു ട്വിസ്റ്റായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഈ അച്ചായൻ്റെ അമ്മ സംസാരിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മൾക്ക് ഒന്ന് കേട്ട് നോക്കാം. അച്ചായൻ്റെ അമ്മയ്ക്ക് മുമ്പ് സുഖമില്ലാതെ വന്നപ്പോൾ ഒരാവശ്യം വന്നു. സഹായിക്കാൻ പഴയ കാമുകി കൂട്ടാക്കാതെ ഇട്ടിട്ട് പോയപ്പോഴേക്കും കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിലാണ് ഈ അച്ചായൻ വേറൊരു പെണ്ണിനെ കെട്ടി കാര്യമൊക്കെ നടത്തിയത്. അപ്പോൾ വേറെ ആരോ ഇതിനെക്കുറിച്ചിട്ടൊരു കമൻറ്റ് പറഞ്ഞിരുന്നത് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. അതിന് ഈ അച്ചായൻ ഒരു മറുപടിയും കൊടുത്തിരുന്നു. അത് രണ്ടും ഇവിടെ സൈഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനുമായിട്ട് വായിക്കുന്നില്ല. വായിക്കുകയാണെങ്കിൽ കുറേ സമയം അതിന് തന്നെ പോകും. എന്തൊക്കെയാണ് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും എന്താ ഇവർ പറയുന്നത്? അതായത് പെണ്ണ് മുമ്പ് സ്നേഹിച്ചിരുന്ന ആ ഒരു കാമുകി അമ്മയെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ സഹായിക്കാനോ ഒന്നും തയ്യാറായില്ല. അച്ചായൻ ഇതിന് ഒരു സഹായമൊക്കെ അപേക്ഷിച്ച് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ചു പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെ പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കക്കെല്ലാം ചെയ്തു വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള്. പുള്ളിയുടെ നല്ല ഇതാണ്. പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് പറഞ്ഞത് പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്ര സപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ട് എന്നിട്ടും ഈ കാമുകി സഹായിക്കാനായിട്ട് തയ്യാറാകാതെ വിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഒട്ടനെ എടിപിടിയെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു വിവാഹം ചെയ്യുന്നത്. അച്ഛൻ്റെ ഭാര്യ കേട്ടല്ലോ. ഇനി പലർക്കും സംശയങ്ങളുണ്ടാവും, പലർക്കും പല കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടാവും. ആരാന്ന് പറഞ്ഞു?
പലരും ചോദിക്കുന്നുണ്ട് ഇത് അച്ഛനും മോളും ആകേണ്ട പ്രായവ്യത്യാസമുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ അവരുടെ കാര്യം. അച്ഛനും മോളുവോ എന്തൊക്കെയാണെങ്കിലും കല്യാണം അവരുടെ ജീവിതത്തിലാണ്. അവർ അത് താല്പര്യപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം നടത്തുന്നു. അതിൽ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് ഷെയർ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവരൊക്കെ പല കമൻസും ഷെയർ ചെയ്തു എന്നും വരും. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണത്തിൽ പുള്ളിക്കാരൻ ഭാര്യയെ പരിചയപ്പെടുത്തുന്നതും പിന്നെ ഇവരുടെ പിറകിൽ ഈ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തൊപ്പി എന്ന് പറഞ്ഞു കേട്ടിട്ടാണ് അറിഞ്ഞത്. ഇവരെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് നടക്കുന്നത്. ഇനി വരുന്ന ട്വിസ്റ്റൊക്കെ നമ്മൾക്ക് ഒന്നൊന്നായിട്ട് കാണാം. അപ്പോൾ ഈ അമ്പലത്തിലെ ആൽമരം വന്നിട്ട് പല സംഭവങ്ങൾക്ക് ഇവിടെ സാക്ഷിയാവുകയാണ്. കിളിപ്പെണ്ണെ നിൻചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ, പല കാര്യങ്ങളും ഈ ആൽമരത്തിൻ്റെ താഴെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും ഇത് കൂടുതൽ ഈ വീഡിയോയുടെ ക്ലിപ്പിംഗ് ഒക്കെ ഷെയർ ചെയ്താൽ പണി കിട്ടും, വല്ല കണ്ടൻറ്റോ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിനെ കൂടുതൽ വീഡിയോ ആയിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല. വെറുതെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഫാൻസിനോട് പുള്ളി പറയുന്നുണ്ട് പല കാര്യങ്ങളും. അത് ആദ്യമായിട്ട് കാണുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഭാര്യയെ പരിചയപ്പെടുത്തുമ്പോൾ ഭാര്യയുടെ മുഖത്ത് അതിയായിട്ടുള്ള സന്തോഷമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഭാര്യയെയും കൂട്ടിയിട്ട് ഈ പുള്ളിക്കാരൻ വീട്ടിലോട്ടൊക്കെ പോവുകയും അമ്മയുടെ അടുക്കൽ ചെന്ന് കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന കാഴ്ചകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് പിറകെ പുള്ളിക്കാരൻ്റെ ഭാര്യയും ഇതുപോലെ അനുഗ്രഹം വാങ്ങിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ക്ലൈമാക്സ് എന്താണെന്നുള്ളത് അതൊന്ന് കാണാം. അമ്മയെ വന്ദിച്ചതിന് ശേഷം അമ്മയോട് ചോദിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഒക്കെ പുള്ളി വാങ്ങിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സന്തോഷമായോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോഴേക്കും ക്ലൈമാക്സിൽ അമ്മ പറയുന്ന മറുപടി കേൾക്കുക. മറുപടി കേട്ടിട്ട് ഇത് എങ്ങാനും കുത്തി പറഞ്ഞതാണോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് ഒരു ആശങ്ക വരുന്നുണ്ട്, ഒരു ചിന്താക്കുഴപ്പം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അമ്മ പറഞ്ഞ മറുപടി കേട്ടിട്ട് എന്താണ് മനസ്സിലായത് എന്നുകൂടി ഷെയർ ചെയ്യൂ. ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് പല പല സംഭവങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ തുണി മാറുന്ന വേഗത്തിൽ ഇത്രയും സ്പീഡിലൊക്കെ വേറെ ഒരു പെണ്ണിനെ കിട്ടുക, ഉടനെ കല്യാണം നടത്തുക, ഇതൊക്കെ കണ്ടപ്പോഴേക്ക് ആകെപ്പാടെ അങ്ങ് വലിയൊരു അതിശയമായി പോയി. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായമുണ്ടെങ്കിൽ പലരും ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വന്ന വാർത്തയാണ്, ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് വന്നിരുന്നു. ഈ ഒരു വീഡിയോ അങ്ങനെ പലരും കമൻസിൽ നെഗറ്റീവായിട്ടും കളിയാക്കിയും എന്തിനേറെ ആ പെൺകുട്ടി അണിഞ്ഞിരിക്കുന്ന ബ്ലൗസിനെ പറ്റി വരെ കളിയാക്കിയിട്ടും തുണി തികയാതെ ഈ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇടിപിടിയെന്നുള്ള കൈ വയ്ക്കാൻ പോലും സമയം കിട്ടാതെ ബ്ലൗസ് റെഡിയാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ച കമൻസൊക്കെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് തന്നെയാലും ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതും ഈ പറയുന്നത് പോലെ അവരുടെ ഇഷ്ടം. അതിനെക്കുറിച്ചിട്ടും മറ്റാർക്കും അതും ഈ പറയുന്നത് പോലെ കല്യാണത്തിന് അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനത്തെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടല്ലോ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നവരും കുറവല്ല. അപ്പം ആകപ്പാടെ കമൻസിൻ്റെ ഒരു വലിയ ബഹളം തന്നെയാണ് ആ വീഡിയോയുടെ താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കാലം പോകുന്ന പോക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാതെ വയ്യ. ഇതൊക്കെ കാണുമ്പോഴേക്കും എന്താ പറയേണ്ടതെന്നുള്ളത് ഒരു നിശ്ചയവുമില്ല. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ്. എന്ത് തന്നെയായാലും നിങ്ങളും ഇതൊക്കെ കേട്ട് കാണും, കുറേ പേരെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് കണ്ടു കാണും. ഞാനിതാ ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അറിയിക്കുക. എന്തായാലും വിവാഹം കഴിഞ്ഞവർക്ക് എല്ലാവരും ഒരു ബെസ്റ്റ് വിഷസാണ് സാധാരണ പറയാറുള്ളത്. അവരുടെ വിവാഹ ജീവിതം എങ്ങനെയായാലും സന്തോഷമായി ഇരിക്കട്ടെ എന്നും ആശംസിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു കല്യാണത്തിനെ കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണ്? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രായ വ്യത്യാസം കൂടുതലാണെന്ന് തോന്നി ഇവർ എടുത്തു ചാടി ഇത് ചെയ്തതും ആ പെൺകുട്ടി എടുത്ത തീരുമാനമൊക്കെ ശരിയാണോ? എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തു തന്നെയായാലും ശരി, കല്യാണം കഴിഞ്ഞു, അവരൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അത് അവരായി അവരുടെ പാടായി.
എന്തായാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വേറൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ അടുത്ത് തന്നെ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.